ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം. നമ്മളുണ്ടല്ലോ ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് വന്നതാണ്. ഒരു ഐലൻഡ് ഏരിയ ആണ്, ബ്രൈബി ഐലൻഡ് എന്ന് പറയും. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെ ബീച്ച്, നമ്മുടെ ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ട്. നമ്മൾ 3 ഫാമിലി ഉണ്ട്. ഒരു ദിവസം ഒരു രാത്രി മാത്രമേ ഉള്ളൂ. നമുക്ക് ബീച്ചിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട് വരാനായിട്ട്. പിന്നെ നമുക്കിവിടെ കുറേ 4 വീൽ ഡ്രൈവ് ട്രാക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം സമയം കിട്ടുന്നതനുസരിച്ച്. ഓഷ്യൻ ബീച്ച് ക്യാമ്പ് ഗ്രൗണ്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ടേക്കുള്ള ആക്സസ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് പെർമിറ്റ് വേണം. നമുക്കെല്ലാവർക്കും പെർമിറ്റ് ഉണ്ട്. എല്ലാവരുടെയും വണ്ടി 4 വീൽ ഡ്രൈവും ആണ്. അങ്ങോട്ടേക്കുള്ള റോഡ് കണ്ടോ, പൂഴി മണലാണ്. അപ്പോൾ ഈ മണലിനകത്ത് നമ്മുടെ വണ്ടി ഒന്നും താന്നു പോകാതിരിക്കാൻ വേണ്ടി വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ കുറച്ച് വിടുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സേഫാക്കി നമ്മൾ റോഡിലോട്ട് കയറി. ഇനി ബീച്ച് വരെ നമുക്ക് ഇതേ റോഡിൽ കൂടെയാണ് ഡ്രൈവ്. നല്ല മനോഹരമായ ഒരു ഡ്രൈവാണ് കേട്ടോ ഇത്. നമ്മുടെ ഡ്രൈവിൻ്റെ ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും സമയം ഉച്ചയായി. എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളിവിടെ അങ്ങ് നിർത്തി. ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര ഇങ്ങ് തുടരുവാണ്. ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തി. ഇനി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങും. ബീച്ചിൽ കൂടെ കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ ചെല്ലാൻ. നമ്മൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ വന്നു. ഇനിയിപ്പം നമുക്ക് ടെൻ്റൊക്കെ എടുത്ത് വെച്ച് ക്യാമ്പ് ഗ്രൗണ്ടിലൊന്ന് സെറ്റ് ആവണം. ടെൻ്റൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ബീച്ച് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ.
നമ്മളത് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിന്നർ കുക്കിംഗ് നടക്കുന്നു. ഇതൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പോയി കിടക്കും. നമ്മൾ ഈ ഏരിയയിൽ ക്യാമ്പിങ്ങിന് വരുമ്പോൾ നമ്മൾ ഇൻസെക്ട് റിപ്പല്ലൻ്റ്, അതുപോലെ തന്നെ സൺസ്ക്രീൻ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, ഇതെല്ലാം എടുത്തുകൊണ്ടേ വരാവുള്ളൂ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ ടെൻറ്റിനകത്ത് വെക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഇവിടെ വൈൽഡ് പിഗ്സ്, അതുപോലെ തന്നെ ബുഷ് ടർക്കിയൊക്കെ വന്നിട്ട് നമ്മുടെ സാധനത്തിനകത്തെല്ലാം കയറും. അതുകൊണ്ട് എല്ലാം സെക്യൂറായിട്ട് സൂക്ഷിച്ച് വെക്കുക നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ. അതൊക്കെയാണ് നമ്മളോട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ കിടന്നുറങ്ങുവാണ്. നാളെ രാവിലെ കാണാം. അപ്പോൾ രാത്രിയിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പതുക്കെ ബീച്ച് വന്നിരിക്കുവാണ്. ചെറിയ തണുപ്പുണ്ട്. ബീച്ചിലൊക്കെ കുറച്ച് സമയം ഇരുന്ന് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടെൻ്റെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി. നമ്മുടെ റബ്ബിഷ് അതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. ഇവിടെ റബ്ബിഷ് ഇടാനുള്ള സ്ഥലമൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ഐലൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റബ്ബിഷ് ഡിസ്പോസലിനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ദൂരം ബീച്ചിൻ്റെ അതിലൂടെ അങ്ങ് പോകണം കേട്ടോ. ഇത് ഞങ്ങൾ ഒരു 12 മണി 12:30 ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ്. ഒരു ലഗൂണിൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയേക്കുന്നത്. ആ സമയത്ത് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പിള്ളേരും അതുപോലെ തന്നെ സ്പെൻസറും എല്ലാം നമ്മുടെ കുഞ്ഞൊരു കയാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലഗൂണിൽ കയാക്കിംഗ് ഒക്കെ നടത്തി നല്ലതായിട്ട് എൻജോയ് ചെയ്തു കുട്ടികളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനിലാണ്. നമ്മൾ തിരിച്ച് ആക്സസ് പോയിന്റിലെത്തി. അവിടുന്ന് വണ്ടിയുടെ ടയർ പ്രഷറൊക്കെ കറക്റ്റ് ആക്കിയ ശേഷം നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.